വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ KWAയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ നമ്മൾ മിക്സഡ് ആക്കിയിട്ടാണ് നോക്കുന്നത്. നമുക്ക് മെയിനായിട്ട് നമ്മളുടെ പ്രോസസ് ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റ് ഉണ്ട്, പ്രോസസ് കൺട്രോൾ ഉണ്ട്, പിന്നെ പ്രോസസ് കാൽക്കുലേഷൻ ഉണ്ട്, ദെൻ പോളിമർ ഉണ്ട്, മാസ് ട്രാൻസ്ഫർ ഉണ്ട്, പാർട്ടിക്കിൾ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിൽ നിന്നാണ് ടോട്ടൽ 25 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾ ടെക്നോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ മിക്സിംഗ് ടാങ്ക് ഓപ്പറേറ്റിംഗ് അറ്റ് എ റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000, ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി ഇംപെല്ലർ ഈസ് ഡബിൾഡ് വിത്ത് ഓൾ അതർ കണ്ടീഷൻ റിമൈനിങ് സെയിം, ദ പവർ റിക്വയർമെൻറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ്. അപ്പോൾ ഇതിൽ അജിറ്റേഷൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അജിറ്റേഷൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കുറഞ്ഞതും കൂടിയതും വെച്ചിട്ട്, അതായത് ലാമിനാർ റീജിയൻ, ടർബുലൻ്റ് റീജിയൻ എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഹൈ റെയ്നോൾഡ്സ് നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാനുള്ളത് സാധാരണ 10,000-ൻ്റെ കേസാണ്. പക്ഷേ അവിടെ ക്വസ്റ്റ്യനിൽ 4,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാമിനാർ ആണെങ്കിൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ടർബുലൻറ്റിൻ്റെ അടുത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട്, അല്ലെങ്കിൽ ടർബുലൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, കാരണം ഗ്രേറ്റർ ആണ്, 10,000-ൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, പക്ഷേ വേറെ റിലേഷൻ നമ്മൾ അതിലില്ല. ചെറിയ വിസ്കോസിറ്റി അല്ല, ചെറിയ റെയ്നോൾഡ്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് റിലേഷൻ വേറെയാണ്. പവർ നമ്പർ എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെയ്നോൾഡ്സ് നമ്പറാണ് ലാമിനാർ റീജിയൻ ആകുമ്പോൾ. ഇപ്പോൾ ഇത് ടർബുലൻ്റ് റീജിയൻ ആണെന്നുള്ള രീതിയിൽ നമ്മൾ പവർ നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ നമ്പറിൽ പവർ ഓഫ് അജിറ്റേഷൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ ക്യൂബ് ഇൻറ്റു ദ ഡയമീറ്റർ ഓഫ് അജിറ്റേറ്റർ ആണ്, അല്ലെങ്കിൽ ഇമ്പലർ ആണ്, ഇത് ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന ആൾ രണ്ട് കേസാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഒന്ന് സ്പീഡുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ്, പവറിൽ 3 ആണ്. രണ്ടാമത്തത് ഡയമീറ്ററുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ്, പവറിൽ 5 ആണ്. ഓക്കെ, ഒന്നാമത്തെ പവർ പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ്, രണ്ട് പവർ പ്രൊപ്പോർഷണൽ ടു ഡയമീറ്ററിൻ്റെ പവറിൽ 5. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഞാൻ ഡയമീറ്റർ ആണ് ഡബിൾ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, പി പ്രൊപ്പോർഷണൽ ടു ഡി ടു ദ പവർ 5 എടുക്കാം. ഓക്കെ, ഡയമീറ്റർ ഡബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചിന്താവുന്നേ ഉള്ളൂ. P2/P1 ഈക്വൽ ടു ഡയമീറ്റർ 2 ഞാൻ എ കൊടുക്കുന്നില്ല, ഡയമീറ്റർ ഓഫ് അജിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് എ എഴുതുന്നത്, D2/D1 ടു ദ പവർ 5. ഓക്കെ അല്ലേ? ഞാൻ ഡയമീറ്റർ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡയമീറ്റർ D2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ടൈംസ് D1 ആയിരിക്കും. സോ 2D1/D1 ടു ദ പവർ 5. D1 കട്ട് ചെയ്താൽ 2 ടു ദ പവർ 5, ദാറ്റ് ഈസ് 32. ഓക്കെ, അപ്പോൾ P2 എന്ന് പറഞ്ഞാൽ 32 ടൈംസ് P1 ആയിരിക്കും. സോ പവർ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 32. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പവർ എടുക്കുന്നത് നോക്കുക. പവർ പ്രൊപ്പോർഷണൽ ടു D5 ആണ്. സോ ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ 2/5 ആൻസർ ആയിരിക്കും. ഓക്കെ, ട്രിപ്പിൾ ആക്കി എന്ന് പറഞ്ഞാൽ 3/5. അതേപോലെ തന്നെ സ്പീഡിൻ്റെ കേസ് ഇവിടെ പവർ പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് ആണ്. ദെൻ സ്പീഡ് ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ പവർ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 2 ക്യൂബ് 8 ആയിരിക്കും. സ്പീഡ് 3 ആക്കി എന്ന് വെച്ചാൽ 3 ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, 2 ക്യൂബ് 3 ക്യൂബ്, ഇവിടെയാണെങ്കിൽ ഡയമീറ്ററിൻ്റെ കേസ് ആണെങ്കിൽ 2/5. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 32 ആണ്, കാരണം 2 ടു ദ പവർ 5 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി. നെക്സ്റ്റ് പാർട്ടിക്കിൾ ടെക്നോളജിയിൽ തന്നെ വരുന്ന ഒരു സെപ്പറേഷനിലുള്ള ഇത് സൈക്ലോൺ സെപ്പറേറ്റർ നിങ്ങൾക്ക് കേട്ടുപരിചയമുണ്ടാവും സിവിലുകാർക്കാണെങ്കിൽ. ഫോർ എ സൈക്ലോൺ സെപ്പറേറ്റർ ഓഫ് ഡയമീറ്റർ 0.3 മീറ്റർ വിത്ത് എ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ദ വാൾ, ദ സെപ്പറേഷൻ ഫാക്ടർ ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേ ബി ടേക്കൺ ആസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ സെപ്പറേഷൻ ഫാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുക, സെൻട്രിഫ്യൂജൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളെ സെപ്പറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലോൺ സെപ്പറേറ്ററിലേക്ക് കയറി വരുന്നു. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ഭാഗത്തിലാണ് ഞാൻ ടാൻജൻഷ്യലിയാണ് കൊടുക്കുന്നത്. സോ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഉണ്ട്, ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ സെപ്പറേഷൻ ഫാക്ടർ എന്ന് പറയും. സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ന് വെച്ചാൽ mr⍵², ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ mg. സോ നമ്മൾ ഇക്വേഷൻ r⍵² ഡിവൈഡഡ് ബൈ g എന്നാണ്. ഓക്കെ, r⍵²/g. പക്ഷേ നമുക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് ക്വസ്റ്റ്യൻ തരാറുള്ളത്. അപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ r × ഒമേഗയാണ്. ഓക്കെ, r × ഒമേഗ. അപ്പോൾ ഇവിടെ നമുക്ക് r × ഒമേഗ² ആണുള്ളത്. അതുകൊണ്ട് ഞാനൊരു r കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ആണ്, ഒരു r കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക, r² ω² /rg. അതായത് r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ r² ആയി മുകളിൽ,
താഴെ ആർ ജി ആയി. അപ്പോൾ ആർ ഒമേഗ ഞാൻ പറഞ്ഞു യു ആണ്. അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. സോ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ഇതാണ് സെപ്പറേഷൻ ഫാക്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ജി. ഓക്കെ, ദെൻ വെലോസിറ്റി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, 15 ടാൻജൻഷ്യൽ വെലോസിറ്റി 15. സോ 15 സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് വേണ്ടത്. ഡയമീറ്റർ 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 0.15 ഇൻറ്റു 10. ജി 10 എടുത്തോളം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എളുപ്പത്തിന് 15 സ്ക്വയറിനെ 15 ഇൻറ്റു 15 ആക്കാം. റെഡി അല്ലേ? 0.15ഉം 15ഉം തമ്മിൽ കട്ട് ചെയ്താൽ 100 വരും. 100ഉം 10ഉം തമ്മിൽ കട്ട് ചെയ്താൽ 10 വരും. സോ 15 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 150. കട്ട് ചെയ്യാൻ പാകത്തിലുള്ള വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. 15 സ്ക്വയർ 15 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 0.15 ഇൻറ്റു 10. 15ഉം 0.15 കട്ട് ചെയ്യുക 100, 10ഉം 100ഉം കട്ട് ചെയ്താൽ 10, 10 ഇൻറ്റു 15 150. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 150. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫിൽട്ടർ എയ്ഡ് ആൻഡ് ഫിൽട്ടർ മീഡിയ. ഇതും പാർട്ടിക്കൽ ടെക്നോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫിൽട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2 ടേമാണ് കൊടുത്തിരിക്കുന്നത്, ഫിൽട്ടർ എയ്ഡും ഫിൽട്ടർ മീഡിയയും. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഫിൽട്ടർ എയ്ഡ് ഫോം എ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഫോർ സപ്പോർട്ടിംഗ് ഫിൽട്ടർ മീഡിയ ഡ്യൂറിങ് എ ഫിൽട്രേഷൻ പ്രോസസ്സ്. ഫിൽട്ടർ എയ്ഡ് ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് മാത്രമാണ് തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ഫിൽട്ടർ മീഡിയ. അപ്പോൾ ഫിൽട്ടർ മീഡിയയിൽ കൂടിയാണ് നമ്മളെ ലിക്വിഡ് പാസ് ചെയ്യുമ്പോൾ സോളിഡ്സ് അവിടെ തടഞ്ഞു നിൽക്കും അല്ലേ? റെഡി അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഒന്നാമത്തെ പോയിന്റിൽ അത്ര ക്ലിയർ അല്ല. ഫിൽട്ടർ എയ്ഡ് എന്ന് പറയുന്ന ആൾ നമ്മൾ പ്രൈമറി എയ്ഡ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പോലെ സഹായിക്കുന്ന ഒരാളാണ്. Filter aid used to create a porous layer for filtration, while filter media retain salt particles. ഇത് ശരിയാണ്. ഫിൽട്ടർ മീഡിയ സോൾട്ട് പാർട്ടിക്കിൾസിനെ റിട്ടൈൻ ചെയ്യും. ഫിൽട്ടർ എയ്ഡ്സ് ആർ യൂസ് ടു റെഡ്യൂസ് പൊറോസിറ്റി. അപ്പോൾ നമ്മൾ പൊറോസിറ്റി എന്താണെന്ന് അറിയണം. ഫിൽട്ടർ കേക്ക് ആൻഡ് ഫിൽട്ടർ മീഡിയ ടു പ്രിവെൻറ്റ് പാസേജ് ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ്. ഫിൽട്ടർ മീഡിയ സോൾട്ട് പാർട്ടിക്കിൾസിന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഫൈൻ പാർട്ടിക്കിൾസ് പോയി എന്ന് വരാന്നാലും കൂടുതലും സോൾട്ട് പാർട്ടിക്കിൾസിന് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഫിൽട്ടർ എയ്ഡ് ആക്റ്റീവ്ലി ട്രാപ്പ് ഇമ്പ്യൂരിറ്റീസ്. അത് തെറ്റാണ്. ഫിൽട്ടർ മീഡിയ പ്രൈമർലി പ്രിവെൻറ്റ് പാസേജ് ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ്. ഫിൽട്ടർ മീഡിയ നമ്മളെ സോൾട്ട് പാർട്ടിക്കിൾസിനെ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഫിൽട്ടർ മീഡിയ പ്രിവെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അങ്ങനെ സോൾട്ട് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടാന്ന് വിചാരിച്ചു. അതാണ് ഈ കേക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കേക്ക് അല്ലെങ്കിൽ സോളിഡ്സ് അടിഞ്ഞുകൂടുമ്പോൾ ഫിൽട്രേഷൻ്റെ റേറ്റ് കുറയും അല്ലേ? റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ഫിൽട്ടർ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് കൂട്ടുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുക. അതായത് സോളിഡ്സ് വന്ന് അടിഞ്ഞുകൂടുമ്പോൾ ആ സോളിഡ്സ് അടിഞ്ഞുകൂടുമ്പോൾ എൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കുറയും. അപ്പോൾ സോളിഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂട്ടി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിൽട്ടർ എയ്ഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാക്കുക, പോഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ പൊറോസിറ്റി എന്ന് പറയുന്ന ടേം ശരിക്കും വോയിഡ് ഫ്രാക്ഷനാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ സോളിഡ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ വോളിയം, അതാണ് വോയിഡ് വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയത്തിനെയാണ് പൊറോസിറ്റി എന്ന് പറയുക. ശരിക്കും റെഡ്യൂസ് പൊറോസിറ്റി അല്ല വേണ്ടത്, ഇൻക്രീസ് പൊറോസിറ്റിയാണ് വേണ്ടത്. ഓക്കെ, ഫിൽട്ടർ എയ്ഡ് ഇൻക്രീസ് പൊറോസിറ്റിയാണ്. അല്ലെങ്കിൽ എനിക്ക് പറയാം ഫിൽട്ടർ എയ്ഡ് ആർ യൂസ് ടു ക്രിയേറ്റ് എ പോറസ് ലെയർ. ഓക്കെ, പോഴ്സ് ഉണ്ടാക്കുക, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുക. ഫിൽട്ടർ മീഡിയ ആണെങ്കിൽ സോൾട്ട് പാർട്ടിക്കിൾസിനെ റിട്ടൈൻ ചെയ്യുക. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ എയ്ഡ് ആർ യൂസ് ടു ക്രിയേറ്റ് എ പോറസ് ലെയർ വൈൽ ഫിൽട്ടർ മീഡിയ റിട്ടൈൻ സോൾട്ട് പാർട്ടിക്കിൾസ്. ദെൻ നാലാമത്തത് ഞാൻ വേറൊരു സബ്ജക്റ്റാണ്, പ്രോസസ് കാൽക്കുലേഷനാണ് എടുത്തിരിക്കുന്നത്, പ്രോക്സിമേറ്റ് അനാലിസിസ്. ഇവിടെ നമ്മൾ 2 ടൈപ്പ് അനാലിസിസ് പറയും, അൾട്ടിമേറ്റും പ്രോക്സിമേറ്റും. ഓക്കെ, അൾട്ടിമേറ്റും പ്രോക്സിമേറ്റും. സോ 2 ടൈപ്പ് അനാലിസിസ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഒന്ന് അൾട്ടിമേറ്റ് അനാലിസിസ്, വേറൊന്ന് പ്രോക്സിമേറ്റ് അനാലിസിസ്. അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്, അതായത് എലമെൻറ്റിനെ കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, CHNS അനാലിസിസ് ഒക്കെ ഉപയോഗിക്കും അൾട്ടിമേറ്റ് അനാലിസിസിൽ. ഓക്കെ, അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റുകളൊക്കെ വരുന്നത് ശരിക്കും അൾട്ടിമേറ്റ് അനാലിസിസ്. ഇനി പ്രോക്സിമേറ്റ് അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നൈട്രജനും കാർബണൊക്കെ കണ്ടാൽ അതൊക്കെ എന്താണ്, പക്ഷേ ഇതാട്ടോ മെയിനായിട്ട് ഓപ്ഷൻ എ ആണ് ശരിക്കും അൾട്ടിമേറ്റ് അനാലിസിസിൽ വരുന്നത്. ബി ഒക്കെ മിക്സിംഗ് ആണ്, ഡി എന്ന് പറയുന്ന ഓപ്ഷനും മിക്സിംഗ് ആണ്, സി പറയുന്ന ഓപ്ഷനാണ് ശരിക്കും എൻ്റെ പ്രോക്സിമേറ്റ് അനാലിസിസ്. വോളട്ടൈൽ മാറ്റർ, മോയ്സ്ചർ, ആഷ്, ഫിക്സ്ഡ് കാർബൺ. ഓക്കെ, അതായത് ഞാൻ എൻ്റെ സാമ്പിൾ എടുക്കുന്നു, അതിനെ ഞാനൊന്ന് ചൂടാക്കുന്നു, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ലോസ് നോക്കുന്നു, അപ്പോൾ അതിൽ എത്ര മോയ്സ്ചർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടി ചൂടാക്കും, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ലോസ് ആയിട്ടുണ്ടാവും, അപ്പോൾ അത് വോളട്ടൈൽ മാറ്ററായിട്ട് ഞാൻ എടുക്കും.
പിന്നെ നല്ലോണം ചൂടാക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ കത്തിക്കരിയും, ബാക്കി കിട്ടുന്നത് ആഷ്. സോ റിമൈനിങ് പോർഷൻ ഞാൻ ഫിക്സ്ഡ് കാർബൺ ആക്കിയിട്ട് എടുക്കും. അതായത് 100% മോയ്സ്ചർ കണ്ടുപിടിക്കും, വോളട്ടൈൽ മാറ്റർ കണ്ടുപിടിക്കും, ആഷ് കണ്ടുപിടിക്കും, ബാക്കിയുള്ളതായിരിക്കും ഫിക്സ്ഡ് കാർബൺ. സോ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എലമെൻറ്റിൻ്റെ കോമ്പോസിഷനാണ് നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പ്രോസസ് കാൽക്കുലേഷനുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ ലോ സ്റ്റേറ്റിംഗ് ദാറ്റ് ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ എ ഗ്യാസസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് വോളിയം. നമ്മൾ എല്ലാവർക്കും കൂടുതലും ഓർമ്മയുള്ള ഒരു ലോയാണ് ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ. ഈ ലോയ്ക്ക് എന്താ പറയുക? ഡാൾട്ടൺസ് ലോ. ഇതേപോലെ വോളിയത്തിൻ്റെ കേസ് പറയുന്നതാണ്. ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ഗ്യാഷ്യസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് വോളിയം. ഓക്കെ, ഇതേപോലെ വോളിയത്തിൻ്റെ കേസിൽ പറയുന്ന കേസാണ് അമഗാറ്റ്സ് ലോ. എന്താണ് അമഗാറ്റ്സ് ലോ? ഓക്കെ, സോ ഇവിടെ ആൻസർ അമഗാറ്റ്സ് ലോ. എസ് ലോ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലാണ്. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പായിട്ട് നടന്നാലും 2-3 സ്റ്റെപ്പായിട്ട് നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് എസ് ലോ. ഹെൻറീസ് ലോ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക സോഡയിൽ നമ്മൾ പറയുന്നതാണ്. പ്രഷർ കൂട്ടുന്നതനുസരിച്ച് അതിൽ ഗ്യാസിൻ്റെ എമൗണ്ട് കൂടും. പ്രഷർ പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്യാസാണ് സോഫ്റ്റ് ഡ്രിങ്കിൽ അല്ലെങ്കിൽ സോഡയിൽ. ഓക്കെ, പ്രഷർ കുറച്ചാൽ എമൗണ്ട് കുറയും. ഓക്കെ അല്ലേ? നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് മൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരും, കാരണം പ്രഷർ കുറയാണ്. ഹൈ പ്രഷറിലാണ് ഞാൻ അതിനെ സോളിബിൾ ആക്കി വെച്ചിരിക്കുന്നത്. സോ ഇവിടെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അമഗാറ്റ്സ് ലോ, ഓപ്ഷൻ എ അമഗാറ്റ്സ് ലോ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.